കണ്ടേ പറ്റുള്ളൂ. അടുത്തതായി നാടോടി നൃത്തമാണ്. നാടോടി നൃത്തത്തിലും കുച്ചിപ്പുടിയിലും എ ഗ്രേഡ് നേടിയ കൊല്ലം മയിലോട് TEMVHSSലെ മോക്ഷ എസ് നായർ. യെസ്, മോക്ഷ എസ് നായരാണ് അടുത്ത പെർഫോമൻസിന് ജനം ടിവിയുടെ പവലിയനിൽ എത്തിയിരിക്കുന്നത്. മോക്ഷ എ ഗ്രേഡ് നാടോടി നൃത്തത്തിലും കുച്ചിപ്പുടിയിലും ലഭിച്ചിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. എത്ര നാളായി നൃത്തം പഠിക്കുന്നു? ഞാൻ UKG തൊട്ട് പഠിക്കുന്നുണ്ട്. UKG തൊട്ട്. അപ്പോൾ നമുക്ക് ആ മാസ്മരിക പ്രകടനം കാണാം അല്ലേ? യെസ്, ഓക്കെ. ஓ, அந்த போலீஸாரு போயாச்சா? அவங்கள ரொம்ப தொந்தரவு. മദിരാശി പട്ടണം ഇത് തമിഴ് പേശും തെരുവോരം അറുപണി തെരുവിലെ മല്ലിപ്പെണ്ണ് അല്ലിയടർന്നൊരു പൂവിതൽ തുണ്ടുപോൽ ട്രാൻസ്ജെൻഡർ ആമി മല്ലിപ്പെണ്ണ്. സേലത്തുള്ളൊരു ആത്തൂര് ഗ്രാമത്തിൽ പിറന്നു ഞാനാൺ കുളന്തയായി. നാളുകൾ പോകെ മനസ്സിൽ ചാഞ്ചാട്ടം, ഈ ചാന്തും കൺമഷിയും കാണുമ്പോൾ ഒരു ഇളക്കം. ആരും കാണാതെ അമ്മതൻ സാരിയുടുക്കും, ജമന്തിപ്പൂ ചുടി പൊട്ടൊന്നു കൊത്തും, പെണ്ണായൊരുങ്ങി ഞാൻ നൃത്തമാടും. അച്ഛനത് കണ്ട് പൊതിരെ തല്ലും, എന്ത് വിധി ഇത് ദൈവമേ, ആണോ ഞാൻ പെണ്ണോ, നീ തന്ന വികൃതമാം ജന്മമിതോ, നിനക്കും തെറ്റുകൾ പറ്റുമോ ദൈവമേ. ഒരു ദിനം രാത്രി അച്ഛനുറങ്ങെ ഒളിച്ചോടി ഒരുവിധം മദിരാശി എത്തി. ആടിയും പാടിയും വേലകൾ ചെയ്തും കാശണ്ണി വാങ്ങും തെറ്റാതെ, വീട്ടിലേക്കെന്നും കാശയച്ചിടും ഒരു ദിനം പോലും മറക്കാതെ. പഠനത്തിൻ വിലയറിയും ഞാൻ അടുത്തുള്ള കോളേജിൽ ട്രാൻസ്ജെൻഡർ കോട്ടയിൽ നൃത്തം പഠിച്ചിടാൻ നർത്തകിയായിടാൻ അഡ്മിഷൻ കിട്ടാനക അപ്ലൈ ചെയ്തു. ഞാനേറെ ഭയക്കുമാ പോലീസുകാരൻ രാത്രിയിൽ എന്നെ തേടി വന്നിടും. ബെൽറ്റിനടിക്കും, സിഗരറ്റിനാൽ പൊള്ളിക്കും, ക്രൂരമാം സാഡിസ്റ്റ് രതിവൈകൃതങ്ങൾ. ആ പോലീസുകാർക്ക് ഞാനൊരു വേട്ടമൃഗം. തിരികെ വീട്ടിൽ പോകാൻ ആശയേറെ അച്ഛനും അമ്മയ്ക്കും. നല്ലൊരു പ്രമേയം അതിമനോഹരമായി അവതരിപ്പിച്ചു. അല്ല, ഇതില് അല്ലേ ഒരു സമൂഹത്തിനൊരു മെസ്സേജ് കൊടുക്കല്ലേ അല്ലേ? തീർച്ചയായും. അത് ട്രാൻസ്ജെൻഡേഴ്സിനെ സമൂഹത്തിൽ അംഗീകരിക്കണമെന്നുള്ളൊരു. ഇത് അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദിയിലെ മല്ലി എന്ന കഥാപാത്രം അല്ലേ? മല്ലി എന്ന ട്രാൻസ്ജെൻഡറിനെയാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഇത് എഴുതി കൊടുത്ത ആൾ നേരത്തെ വന്നു വേദിയിൽ, ഒന്നുകൂടെ കടന്നു വരിക. യെസ്, ഇദ്ദേഹമാണ് ഇത് ഒരുക്കിയത്. ഓക്കെ, അപ്പൊ ചില്ലറക്കാരനല്ല. ആശയങ്ങൾ കൊണ്ടുവരുന്നു. ഒരുപാട് ഹോംവർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ആ റാം കെയർ ഓഫ് ആനന്ദി വായിച്ച സമയത്ത് മല്ലി എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തതാണല്ലോ. ഞാനിതിന്റെ വരികൾ എഴുതിയതാണ്. എൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് സോനു ശ്രീകുമാറാണ് ഇത് കൊറിയോഗ്രഫി ചെയ്തത്. ഞങ്ങളുടെയാണ് കൺസെപ്റ്റ് ആൻഡ് കൊറിയോഗ്രഫി. വളരെ അഭിനന്ദനാർഹമാണ്. കാരണം നല്ലൊരു പ്രമേയം അതിമനോഹരമായി തന്നെ ഈ പെൺകുട്ടിയുടെ നൃത്ത ചുവടുകളിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി നേരിടുന്ന അവഗണനയും സത്യം പറഞ്ഞാൽ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇനിയും ചേഞ്ച് ആവാനുണ്ട് അല്ലേ? തീർച്ചയായും. അവരെയും സാധാരണ മനുഷ്യരായിട്ട് കാണണം. അതായത് സ്ത്രീയോ പുരുഷനോ പോലെ തന്നെ കണ്ടാൽ മതി, മനുഷ്യനായിട്ട് കണ്ടാൽ മതി. എല്ലാവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പൊ അതാണ്. അപ്പൊ മല്ലി എന്ന് പറയുന്ന ക്യാരക്ടർ റാം കെയർ ഓഫ് ആനന്ദി വായിക്കുന്ന ആരെയും ഹോണ്ട് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. അതാണ് മല്ലി. ആനന്ദി എല്ലാവരും ആനന്ദിക്ക് എന്ത് പറ്റി, മല്ലിക്ക് ഇനി ഒരു ജീവിതം ഉണ്ടാവുമോ? തീർച്ചയായും. അപ്പൊ ഞാൻ അഖിൽ പി ധർമ്മജനോട് സംസാരിച്ചിരുന്നു ഇതിനെപ്പറ്റി. അപ്പൊ ആളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റായ
ഹെയ്തി സാദിയ. അപ്പോൾ പുള്ളിക്കാരിയാണ് എനിക്കിത് എഴുതാനുള്ള എല്ലാ പ്രചോദനവും അവരുടെ കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഹെയ്ദി ക്ലിയർ സാദി ഒരു മാധ്യമ പ്രവർത്തക കൂടിയായിരുന്നു. ആണ്. അവൾ ഇന്ന് വരാമെന്ന് പറഞ്ഞിരുന്നു, എത്തിയോന്ന് അറിയില്ല, വിളിച്ചിട്ട് കിട്ടിയില്ല. ശരി, മല്ലിയായി നിറഞ്ഞാടി ഗംഭീരം. സമ്മാനം കൊടുക്കണം. യെസ് യെസ് പ്ലീസ്. ഗ്ലുവാ